പ്രീസലോട് ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, ദൈവികമായി ജീവിക്കുന്നവരാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ നേര് പറയുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം. പോട്ടെ, ഒരു ദേവദാസൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് നേര് പറയൂ. അവിടാണ് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ശരിയായൊരു മറുപടി പറയുവാൻ ഇന്ന് ആരുമില്ല. പലരും പ്രീശലോ അവരവരുടെ ആത്മാർത്ഥത ഉള്ളവരോട് മാത്രം അവർ നേര് പറയും. അല്ലാത്തൊരുത്തോട് നേര് പറയുന്ന കാര്യങ്ങൾ അവർക്കില്ല. ഇപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഉപവാസത്തിലാണ്. ചിലർ ഉപവാസത്തിലായിരിക്കും, ചിലർ വെറുതെ പരം കഴിക്കാൻ അവർക്ക് നാണക്കേടാണ്. അതുപോലെ വയസ്സ് ചോദിച്ചാൽ പലരും കറക്റ്റായിട്ടുള്ള വയസ്സൊന്നും പറയത്തില്ല. എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ ശരിയായുള്ള ഉത്തരം പോകുന്ന സ്ഥലമൊന്നും പറയില്ല. സ്തോത്രം. കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയും, ഉണ്ടായാലും ഇല്ലെന്നേ പറയും. അങ്ങനെ ഈ ലോകത്തിലെ മനുഷ്യൻ പല വിധത്തിലാണ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ചിലർ നേര് പറയത്തില്ല, ചിലർ ഈ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അത് ശീലിച്ചു പോകുന്നത് കൊണ്ട് പലർക്കും അതൊരു ഭയമല്ലാത്ത രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കളവ് പറഞ്ഞ് അത് ശീലിച്ചിരിക്കുക, അതുകൊണ്ട് അതങ്ങനെ മാറാൻ കഴിയുന്നില്ല. നമ്മൾ എന്താണ് ശീലിക്കുന്നത്, പരിശീലിക്കുന്ന വാക്കുകളാ അതുപോലെ സംഭവിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ പറഞ്ഞ് പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അതുപോലെ നമുക്ക് പറയാൻ കഴിയും. ഒരിടത്തൊരു ശരി പറയുന്നത് കൊണ്ട് ഒരിക്കലും അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല. പക്ഷെ മനുഷ്യൻ ഭയങ്കരമായ കള്ളത്തരങ്ങളാണ് മനുഷ്യൻ പറയുന്നത്. കുടുംബത്തിലായാലും ജീവിതത്തിലായാലും സഭയിലായാലും കള്ളത്തരം പറഞ്ഞ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒന്ന് പരിശോധിക്കണം, നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. കാരണം യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞ്, സത്യമായി ഞാൻ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വചനത്തിൽ ഒരു നാളും ഒഴിഞ്ഞു പോകില്ല എന്നാണ്. സത്യമായിട്ട് ഞാൻ പറയുന്നു. ആമേൻ ആമേൻ എന്നാണ്. അപ്പം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സത്യമായ കാര്യങ്ങളാണ്, അവിടെ കളങ്കമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ കള്ളത്തരം പറയുന്നെന്നുള്ളത് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. കള്ളത്തരം പറയുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില ഒരു കള്ളം പറഞ്ഞത് ആ ദൈവം ക്ഷമിക്കും. പക്ഷേ എപ്പോഴും കള്ളത്തരം പറയുന്ന മനുഷ്യരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദൈവ പൈതലിനെ കുറിച്ച് സഹോദരി എനിക്ക് പറയാനുള്ളത്, കഴിവതും കള്ളത്തരം പറയാതിരിക്കുക, കളവ് പറയാതിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മിക്കവാറും കളത്തിലേ പറയും. പല മേഖലകളിലായാലും ചില വിഷയങ്ങൾ സംബന്ധിച്ചായാലും ചില കാര്യങ്ങളെ സംബന്ധിച്ചാലും എന്തെങ്കിലും ഒരു കള്ളത്തരം അവിടെ പറയും. അവസാനം ഇത് കള്ളത്തരം പറഞ്ഞാൽ തെളിയുകയും ചെയ്യും. അങ്ങനെയൊക്കെയുണ്ട്. കഴിവത് നമ്മൾ നേര് പറയുക, അതാണ് ഒരു ദൈവവിശ്വാസിയെക്കുറിച്ചുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ
നേര് പറയുക. ഇപ്പോൾ നമ്മൾ നേര് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വസിക്കാത്തവരുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേര് പറഞ്ഞാലും അത് കള്ളത്തരമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കള്ളത്തരം പറയുന്നത് കൊണ്ട് എല്ലാവരെയും ഒരുപോലെ വിശ്വസിച്ചിരിക്കും. നമ്മൾ നേര് പറഞ്ഞാലും കള്ളത്തരമായിട്ട് വിശ്വസിക്കും. കള്ളത്തരം പറഞ്ഞാൽ ഉള്ളതായിട്ട് വിശ്വസിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം കള്ളത്തരം പറയുന്ന ഒരു ലോകത്തിൽ മനുഷ്യൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കള്ളത്തരം എന്ന് പറഞ്ഞാൽ പോഷ്കിൻ്റെ ആത്മാവെന്നാണ് പറയുന്നത്. പോഷ്കിൻ്റെ ആത്മാവുണ്ടെങ്കിൽ കള്ളത്തരം പറയും. കഴിവതും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടെ പോകുന്നതുകൊണ്ട് നമ്മൾ നേര് പറയുക. നേര് പറഞ്ഞതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നേര് പറഞ്ഞാൽ നമുക്ക് തന്നെ അനുഗ്രഹം. യേശുക്രിസ്തു ഒരിക്കൽ പുരുഷാരം കൂടി വന്നപ്പോഴും ചോദിച്ച്, നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്നാണ്. അപ്പം അവർ അന്വേഷിച്ചപ്പോഴും അവർ പക്കൽ ഇതുകൊണ്ട് 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, ആ ഉള്ളത് പറഞ്ഞു. നോക്കിയപ്പോഴും 5 അപ്പവും 2 മീനും ഉണ്ട്. ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു. യേശു ചോദിച്ചതിൻ്റെ മറുപടി അവിടെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായാലും ആരായാലും എങ്ങനെയായാലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി കറക്റ്റായിട്ട് അത് ഉത്തരം പറയുന്നത് അത് കളങ്കാട്ട് പറയും, ഉള്ളതായിട്ട് പറയണം. ചിലർക്ക് ഉള്ളത് പറയുന്നത് പേടിയാണ്. അങ്ങനെ ശീലിച്ചിരിക്കുക. ഇപ്പോൾ ഒരാൾ ഗൾഫിൽ പോയിരിക്കുക, ഇത് കുടിക്കുമോ, അത് സമ്പത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ജോലിയൊക്കെ ഉണ്ടോ, എങ്ങനെ ഉണ്ട്? അയ്യോ, അത് ജോലിയൊക്കെ കുറവാണ്, സാമ്പത്തികമല്ല, നഷ്ടത്തിലാണ്, ഒരു കുഴപ്പത്തിലായിരിക്കുന്നത്. കളത്തരം. ഇപ്പം എന്താ അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഈ സമ്പത്ത് ജോലിയൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ ഇവർക്കത് കുറച്ചിലായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കള്ളത്തരായിട്ട് പറയുന്നത്. അത് നേരായിട്ട് പറഞ്ഞാൽ പ്രിയരെ, എത്ര സമ്പന്നനാന്ന് പറഞ്ഞാലും എത്ര ദരിദ്രനാന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിലൊന്നുമില്ല. നമ്മൾ ഉള്ളത് പറഞ്ഞ് ശീലിക്കണം. ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും സംസാരിക്കാനേ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാലും ഓപ്പോസിറ്റ് തിരിച്ചാ, പിന്നെ അങ്ങോട്ട് സംസാരിക്കാനേ പോകില്ല. ഈ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവാത്മാവിൽ പോകുന്ന വ്യക്തി ജീവിതങ്ങൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വചനം കള്ളമല്ല, അത് നീതിയുള്ളത് തന്നെ. ആര് പറഞ്ഞാലും അത് സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ചില കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം കറക്റ്റായിട്ട് പറയാൻ ആരുമില്ല. എന്തെങ്കിലും കള്ളത്തരം, ചിലപ്പം മൊത്തത്തിൽ കള്ളത്തരമായിരിക്കും പറയുന്നത്. പല രീതി സാഹചര്യം അനുസരിച്ച കള്ളത്തരം പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ എന്തെങ്കിലും ചോദിച്ചാൽ അത് നേര് പറഞ്ഞാൽ നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ യഹോവ ഭക്തന്മാർ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടതാണ്. ശ്രദ്ധ വെച്ച് കേട്ടതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സംസാരിച്ചത് അത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ട്. അത് നേരായാലും കള്ളമായാലും, നേരാണെങ്കിൽ അവിടെ അനുഗ്രഹം ഉണ്ടാവും. അല്ല കളങ്കമായി പറഞ്ഞാണെങ്കിൽ, കള്ളത്തരം പറഞ്ഞാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണില്ല. മനുഷ്യൻ്റെ മുമ്പ് നീതീകരിച്ച് മനുഷ്യൻ ജീവിക്കുക. ഹാലലുയ. സംഭാഷണത്തിൽ കള്ളത്തരം പറയുന്ന അനേകരെ കാണാൻ കഴിയും. അതുകൊണ്ട് അനേക കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, കള്ളത്തരം പറഞ്ഞ്. അതായത് പല വിഷയങ്ങൾ സംബന്ധിച്ച് കാര്യങ്ങളിൽ, കുടുംബത്തിൽ, ജീവിതത്തിൽ, മേഖലകൾ, ജോലിയിൽ, പല സാഹചര്യങ്ങളിൽ, പല കാര്യങ്ങളിലും, പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ ചിലപ്പോൾ കള്ളത്തരം പറയുന്ന പലർക്കും ഉണ്ട്. ചിലരങ്ങ് വിശ്വസിക്കും.
അത് വിശ്വസിച്ച് അത് ചെന്ന് ചാടും. അവസാനം വളരെ കുരുക്കി ചെന്ന് വളരെ കഷ്ടതയും വളരെ വേദനകരമായ അനുഭവങ്ങളിൽ പോകുന്നുണ്ട്. കാരണം കള്ളത്തരം പറഞ്ഞ് ചെന്ന് അകപ്പെടുന്നതാണ്. ജീവിതം പലരുടെയും തകർന്നുകൊണ്ടിരിക്കുക. കള്ളത്തരം പറഞ്ഞ് ആശ്വസിപ്പിച്ച് പലരുടെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് ശ്രദ്ധയോടെ കേൾക്കണം. സത്യമാണോ, അത് എന്നെ കുരുക്കാനാണോ, എന്നെ തകർക്കുവാനാണോ, എന്നെ ഇല്ലായ്മയാക്കുവാനാണോ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. കള്ളത്തരത്തിൻ്റെ ചുഴിയിൽ അകപ്പെടരുത്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ നാവിനെ കാത്തുകൊള്ളുമെന്ന് സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. അപ്പോൾ ഈ നാവ് കൊണ്ടുള്ള കള്ളത്തരം പറയുന്നത് അത് പാപമാണെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് നേര് പറയുമ്പോഴാണ് അവിടെ വിടുതൽ ഉണ്ടാകുന്നത്. ദൈവസന്നിധിയിൽ അങ്ങനെ നാവ് കൊണ്ട് പാപം ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നിർത്തി ക്ലിയറാക്കി നേരായി നമ്മൾ സംസാരിക്കുക. ഒരാൾക്ക് 10 രൂപ കൊടുത്താൽ 100 രൂപ കൊടുത്തെന്ന് പറയും. കള്ളത്തരം പറയുന്നുണ്ട്. ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ വീണ്ടും കൊടുത്തോ എന്ന് ചോദിക്കാൻ പറയും കൊടുത്തെന്ന് പറയും. കള്ളത്തരം. കൊടുത്തു കാണത്തില്ല, പക്ഷെ കള്ളത്തരം. ഹല്ലേലൂയ. ഞാൻ അതിൽ പോയപ്പോൾ ഒരാളെ കണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ കണ്ടു കാണത്തില്ല, ആ വ്യക്തിയെ കണ്ടെന്നങ്ങ് പറയും. ഒരാളെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ച് ബ്ലോക്ക് ഒട്ടിക്കുന്ന പോലെ എഴുതി ഒട്ടിക്കുന്ന രീതിയിലുണ്ട്. അത് ഉള്ളതല്ല, പക്ഷെ കള്ളമായിട്ട് പറയുകയാണ്. മറ്റൊരുവനെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് അങ്ങ് അവതരിപ്പിച്ചു വയ്ക്കും. മോശമായ രീതിയിൽ, അതായത് തെറ്റായ രീതിയിൽ പറഞ്ഞു. സംഭവം അങ്ങനൊന്നും അല്ല, പക്ഷെ പറച്ചിലിങ്ങനെ. അങ്ങനെ ജീവിതത്തിൽ പലരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം തടഞ്ഞ് വയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് കളയെന്ന് പറയും, കള വിതയ്ക്കുക. പക്ഷേ കള വിതയ്ക്കുന്നത് അത് വളർന്നു വന്നാലും അത് മുളോടെ നനിയുള്ളതും രണ്ടും വളരട്ടെ എന്നാ. കൊയ്യുന്ന കാലത്ത് അത് പുരുഷാമേശ്വരത്തിലും അരുവാള് കൊണ്ട് കൊയ്ത് കളപ്പുര കൂട്ടുവയ്ക്കും. പതിര് വേറെയും നണി വേറെയായിട്ട് മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമെന്ന് ദൈവവചനത്തിനുണ്ട്. അതുകൊണ്ട് ഇത്രയും നാളിൽ നാം കള്ളത്തരം പറയുന്നെങ്കിൽ, മറ്റവരുടെ ജീവിതത്തെക്കുറിച്ച് മോശമായ രീതിയിൽ പറയുന്നെങ്കിൽ നിർത്തുന്നതാണ് നല്ലത്. അത് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കും, അനുഗ്രഹത്തിനൊരു തടസ്സമായി മാറും. ചിലർ നാവെടുത്ത കള്ളത്തിനെ പറയും. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ നാവിനെ കടിഞ്ഞാനായിട്ട് കാക്കുന്നത് നല്ലതാണ്. ഒരു വായിൽ നിന്ന് പ്രൈസ്തലോമേ സ്തോത്രം മധുരവും കയ്പും പുറപ്പെടുന്നെന്ന് ദൈവവചനത്തിൽ പറയുന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താണ്? മധുരം പുറപ്പെടണം, കയ്പ് വരാൻ പാടില്ല. എന്തെങ്കിലും കയ്പ് വരുന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ദൈവസഭകളിൽ പോകുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. പ്രസംഗിക്കും മാത്രം ദൈവവചനം മാത്രമുള്ളതല്ല, മറിച്ച് ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നതല്ല. നമ്മുടെ സംഭാഷണത്തിൽ കള്ളം വരാൻ പാടില്ല, കള്ളത്തരം പറയാൻ പാടില്ല. ദൈവം ഒന്ന് നോട്ട് ചെയ്യുന്നൊരു വിഷയമാണ്. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ചില കള്ളം പറയും, പക്ഷെ എപ്പോഴും കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആലോചിച്ചു പോയേ. സ്തോത്രം. അപ്പോൾ അത് തെറ്റാണെന്നാണ് ദൈവവചനം നമ്മെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നമ്മൾ നേരുള്ളവരായി ജീവിക്കണം, നേര് പറയണം, നേര് പറഞ്ഞ് പഠിക്കണം, അല്ലെങ്കിൽ നേര് പറഞ്ഞ് ശീലിക്കണം, ഇല്ലെങ്കിൽ പറയാൻ പോകല്ലോ.
ദൈവം ചോദിച്ചാൽ മിണ്ടായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ മിണ്ടായിരിക്കുക, അല്ലെങ്കിൽ കള്ളത്തരം പറയാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നീട് അത് അവരറിയും. അപ്പം നമ്മളെന്ത് ചെയ്യും? അവർ വിശ്വസിക്കത്തില്ല, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. സ്തോത്രം. ഉള്ളതുള്ളതായിട്ട് പറയുമ്പോൾ ഒരു വിഷയമില്ല, അവിടെ ദൈവം നമുക്ക് പരിഹാരം തരും. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ചിന്തകളിൽ മനുഷ്യനെ നയിക്കുന്നെങ്കിൽ, എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് ഞാൻ സന്ദേശം അറിയുകയാണ്, നമ്മൾ നേര് പറഞ്ഞ് ജീവിക്കുക, ഉള്ളത് പറയുക. അതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തും. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.